മലദ്വാരത്തിലൂടെയുള്ള സെക്സ് ഡേഞ്ചർ അല്ലേ? ഇത് പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് ആൺ ബന്ധത്തിൽ, അതായത് ഹോമോസെക്ഷൽ ആയിട്ടുള്ള അത്തരത്തിലുള്ള ബന്ധത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഹെട്രോസെക്ഷൽ കപ്പിൾസ്, അതായത് ആൺ പെൺ ബന്ധത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. പല ആൾക്കാരും അത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ഡേഞ്ചർ സൈഡും അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ടോപ്പിക്കിലോട്ട് കൂടുതലായിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അറിവ് ഞാൻ പരിചയപ്പെടുത്തരാം. നമുക്ക് ഏത് രീതിയിലുള്ള പൊസിഷനിൽ ബന്ധപ്പെടാനാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഉദാഹരണം കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഉദാഹരണം കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി റെഗുലർ ആയിട്ട് മസാജ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അപ്പോൾ നല്ലൊരു മസാജ് ഓയിൽ ഉപയോഗിച്ച് റെഗുലർ ആയിട്ട് മസാജ് ചെയ്യുമ്പോൾ ആ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതുവഴി നല്ല ഉദാഹരണം കാര്യങ്ങളൊക്കെ കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കും. മസാജ് ചെയ്യാനാണെങ്കിൽ നേച്ചർ മാനിയുടെ 100% ആയുർവേദിക് ആയിട്ടുള്ള ഹെർബൽ മസാജ് ഓയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അശ്വഗന്ധ അടക്കം വരുന്ന ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റെഗുലർ ആയിട്ട് മസാജ് ചെയ്യുമ്പോൾ ആ ബ്ലഡ് ഫ്ലോ കൂട്ടാനും അതുപോലെ തന്നെ ഹെഡ് ഏരിയയിൽ, ലിംഗത്തിന് ഹെഡ് ഏരിയയിൽ സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനോടൊക്കെ കുറച്ചുകൂടി പൊരുത്തപ്പെടാനൊക്കെ റെഗുലർ ആയിട്ടുള്ള മസാജ് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതൊരു ആയുഷ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ആ ഒരു ഏനൽ സെക്സ് എത്രമാത്രം ഡേഞ്ചർ ആണ്, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം എന്നുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. സിമ്പിളായിട്ട് ആ ഒരു യോനിയെ അല്ലെങ്കിൽ വെജൈനയെയും ഈ മലദ്വാരത്തെയും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ വെജൈന എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ട് ഓപ്പൺ ചെയ്യുന്ന ട്യൂബും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവിടെ ആ ഒരു സെക്സിന് വേണ്ടിയിട്ട് തന്നെ പരുവപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ അതിൻ്റെതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നാച്ചുറൽ ആയിട്ടുള്ള ലൂബ്രിക്കൻ്റ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ആ ഒരു സെക്ഷൽ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ലേഡീസിൻ്റെ വെജൈനയിൽ ധാരാളം ലൂബ്രിക്കൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള ബന്ധപ്പെടലിന് അത് ഹെൽപ്പ് ചെയ്യും. അവിടെ ഫ്രിക്ഷനോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിൽ, അവിടെ മുറിവുകളോ കാര്യങ്ങളോ രൂപപ്പെടാത്ത രീതിയിൽ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ആ നാച്ചുറൽ ആയിട്ടുള്ള ലൂബ്രിക്കൻ്റ് ഹെൽപ്പ് ചെയ്യും. ഇനി മലദ്വാരത്തിൻ്റെ കേസിലോട്ട് വരുമ്പോൾ അങ്ങനെയുള്ള ലൂബ്രിക്കൻ്റോ കാര്യങ്ങളോ അവിടെ ഇല്ല എന്നുള്ളതാണ്. അവിടെ ഫ്രിക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജൈനയുടെ അവിടെ വരുന്ന മസിൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെതായ അമേസിങ് ഇലാസ്റ്റിക് കപ്പാസിറ്റി ഉണ്ട്. ഈ ഒരു മലദ്വാരത്തിൻ്റെ കേസിലോട്ട് വരുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതാണ്. പിന്നെ വജൈന എന്ന് പറയുന്നത് വളരെ ആ ഒരു സെൽഫ് ക്ലീനിങ് മെക്കാനിസം ഉള്ള, നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസുകളും കാര്യങ്ങളും ഉള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള എൻവയോൺമെൻറ്റും ഒരു ഹൈജീനിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റുമാണ് അവിടെയുള്ളത്. ഇനി മലദ്വാരത്തിലോട്ട് വരുമ്പോൾ മലം പുറത്തോട്ട് പോകുന്ന ഓപ്പണിംഗ് ആണ്. അത് അത്ര കണ്ട് ഹൈജീനിക് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ല. പലതരത്തിലുള്ള ഇൻഫെക്ഷൻസുകൾ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് കൂടിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ഈ നാച്ചുറൽ ആയിട്ടുള്ള ലൂബ്രിക്കൻ്റ് കാര്യങ്ങളും ആ ഒരു മലദ്വാരത്തിൻ്റെ കേസിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഫ്രിക്ഷൻസുകൾ രൂപപ്പെടാം, അവിടെ മുറിവുകൾ ഉണ്ടാവാം, ആനൽ ഫിഷർ പോലുള്ള പൊട്ടലുകൾ കാര്യങ്ങൾ ഉണ്ടാവാം. അത് കൂടുതൽ ബുദ്ധിമുട്ടുകളിലോട്ട് നയിക്കാം. ഇൻഫെക്ഷൻസുകൾ ഈസി ആയിട്ട് സ്പ്രെഡ് ആവാനും ഒക്കെ അത് കാരണമായേക്കാം എന്നുള്ളതാണ്. ഇനി WHO തന്നെ പറയുന്നത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് രോഗങ്ങൾ, അതായത് STDs കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് ഈ ഒരു ഏനൽ സെക്സിലൂടെ, മലദ്വാരത്തിലൂടെയാണെന്നുള്ളതാണ്. അതിലൂടെയുള്ള സെക്സ് രീതിയിലൂടെയാണ് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അതും നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ മുറിവുകൾ ഉണ്ടാവുന്നു, ഇൻഫെക്ഷൻസുകൾ ഉണ്ടാവുന്നു, സെക്ഷലി ട്രാൻസ്മിറ്റഡ് രോഗങ്ങൾ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകൾ വരുന്നു. മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്റ്റഡീസുകളൊക്കെ പറയുന്നത് ഈ ഒരു ഏനൽ സെക്സ്, മലദ്വാരത്തിലൂടെയുള്ള സെക്ഷൽ ബന്ധം കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നവരുടെ കേസിൽ മലം പിടിച്ചു നിർത്താനുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് കാണുന്നു, അതിൽ കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളത് ചില സ്റ്റഡീസുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മലദ്വാരത്തിലൂടെയുള്ള സെക്ഷൽ ബന്ധത്തിന് താല്പര്യപ്പെടുന്നവരും അത് ചെയ്യുന്നവരൊക്കെ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിനെല്ലാം മീതിയിട്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പങ്കാളിയുടെ കൺസെന്റ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള ബന്ധപ്പെടലാവട്ടെ, അതിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മലദ്വാരത്തിലുള്ള ബന്ധപ്പെടൽ മാത്രമല്ല, ഏത് രീതിയിലുള്ള ബന്ധപ്പെടലാണെന്നുണ്ടെങ്കിലും പങ്കാളിയുടെ കൺസെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെർബൽ ആയിട്ടുള്ള ഒരു കൺസെന്റ് ആയിരിക്കാം, എക്സ്പ്രഷനിലൂടെ കൺസെന്റ് ആയിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും പങ്കാളി അതിനോട് ഓക്കെ ആണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി കൺസെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, രണ്ടുപേരും ഓക്കെയാണ് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, കോണ്ടംസ് ഉറപ്പായിട്ട് ഉപയോഗിച്ചിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഹൈജീനിക് ആയിട്ടുള്ള പോയിന്റ് അല്ല, പലതരത്തിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ കോണ്ടംസ് മസ്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കണം. ഇത്തരത്തിലുള്ള ബാരിയർ മെത്തേഡുകൾ ഉപയോഗിച്ചിരിക്കണം. അതുമാത്രമാണ് നമുക്ക് രോഗങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ നൽകുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സസ് എമൗണ്ടിൽ നമ്മൾ എക്സ്ട്രാ ലൂബ്രിക്കൻ്റ് പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കണം എന്നുള്ളതാണ്. ആ ഒരു വെജൈനയുടെ കേസിൽ നാച്ചുറൽ ആയിട്ടുള്ള ലൂബ്രിക്കൻ്റ് ഉണ്ട്, ഇവിടെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ
എക്സസ് എമൗണ്ടിൽ ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കണം. അത് കോണ്ടത്തിന്റെ കൂടിയാകുമ്പോൾ വാട്ടർ ബേസ്ഡോ അല്ലെങ്കിൽ സിലിക്കോൺ ബേസ്ഡോ ആയിട്ടുള്ള ലൂബ്രിക്കൻ്റ് ആയിരിക്കണം ഉപയോഗിക്കുന്നത്. ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻ്റ് കോണ്ടത്തിന് കൂടി ഉപയോഗിക്കരുത്, അത് കോണ്ടം ബ്രേക്ക് ആവാനേ സാധ്യത ഉണ്ടാക്കുള്ളൂ. അപ്പോൾ വാട്ടർ ബേസ്ഡോ സിലിക്കോൺ ബേസ്ഡോ ആയിട്ടുള്ള ഒരു ലൂബ്രിക്കൻ്റ് പർച്ചേസ് ചെയ്ത് എക്സസ് എമൗണ്ടിൽ ഉപയോഗപ്പെടുത്തിയിരിക്കണം. അത് ആ ഫ്രിക്ഷൻ കുറയ്ക്കാനും ഒക്കെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ പങ്കാളിക്ക് എന്തെങ്കിലും ഡിസ്കംഫർട്ട്, ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിസ്കംഫർട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ വെച്ച് അത് എൻഡ് ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള വൈബ്രേറ്റേഴ്സ് പോലുള്ള കാര്യങ്ങൾ അവിടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്പെഷ്യലി അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെയും ഇതുപോലെ എക്സസ് എമൗണ്ടിൽ ലൂബ്രിക്കൻറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ്. അപ്പോൾ ചെയ്യാൻ പോകുന്നവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതുപോലെ ഡേഞ്ചർ സൈഡ് മനസ്സിലാക്കുക, എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ശ്രദ്ധയിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഫോളോ ചെയ്തൊക്കെ മറക്കണ്ട. മറ്റൊരു വീഡിയോ കാണാം. Bye guys.